നമ്മൾ ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ മെറ്റയോട് ഒരു മെസ്സേജും അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കാസർഗോഡ് പിടിച്ച പ്രതിക്കൊന്നും ഒരു നിയമപരമായ നിയമം വിട്ടുള്ള ഒരു സംരക്ഷണം നൽകിയിട്ടില്ല, നൽകത്തുമില്ല. എന്നോട് അടുപ്പമുള്ള ഒരാൾ കുറ്റം ചെയ്താലും അയാൾക്ക് അർഹിക്കുന്ന നിയമാനുസരിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കും. അടുപ്പമോ ബന്ധമോ ഒന്നും ഇതിനകത്ത് പ്രശ്നമല്ല. സത്യത്തിൽ കേരള ഗവൺമെന്റോ പോലീസോ മെറ്റയുടെ ഒരു സന്ദേശവും മാറ്റാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ ഒരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല. മാറ്റിയത് അവർ തന്നെയാണ്. അവരെന്താ മാറ്റിയെന്ന് അവരാണ് വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു, പക്ഷേ ആദ്യം മെറ്റയുടേതായി പോലീസിന് വന്ന ഒരു മറുപടി ഇത്തരത്തിലായിരുന്നു. അതായത് അവർ മാറ്റാൻ ആവശ്യപ്പെട്ടില്ല, അവരുടെ ചില സാങ്കേതിക AI ടൂൾ ഉപയോഗിച്ചുള്ള ചില സാങ്കേതിക പ്രശ്നമാണ്. ഇന്നലെ ഒരു ചാനലിന് അവർ മറുപടി കൊടുത്തതായിട്ട് കാണുന്നത് ഈ ലോക്കൽ റിക്വയർമെന്റ്, അതായത് എന്താ പറയാ, ഇവിടുത്തെ ഒരു നിലനിൽക്കുന്ന നിയമം അനുശാസിക്കുന്ന അടിസ്ഥാനത്തിലാണ് മാറ്റിയെന്നാണ്. അതാണ് പോലീസ് ഒരു പരാതി കൊടുത്തത് കൊണ്ടാണോ മാറ്റം വന്നത്? പോലീസ് ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. അവരുടെ സാങ്കേതിക പ്രശ്നം കൊണ്ടല്ല, പകരം നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും പോർട്ടലിൽ സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും ഏജൻസിയോ അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസ് ഏതായാലും ആവശ്യപ്പെട്ടിട്ടില്ല, ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല. മെറ്റ എന്തുകൊണ്ട് മാറ്റിയെന്നുള്ളതിന് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ മെറ്റയോട് ഒരു മെസ്സേജും അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ശ്രദ്ധയിലില്ല, ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. കണ്ണൂരിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ 3 തവണ ഈ 1 മാസത്തിൽ നിന്ന് 3 സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. അതിന്റെ വിവരങ്ങളെ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമിട്ട് പോലീസിനെ ഉപയോഗിക്കുന്നുണ്ടോ? ആ വിമർശനത്തിൽ വസ്തുതയുണ്ട്. ഏറ്റവും കുറച്ച് പരാതി പോലീസിനെ പറ്റിയാണ്. എല്ലാവരും പറഞ്ഞത് എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെന്ന് ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 3 മാസമായിട്ട് എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല? ചില ചാനലുകളൊക്കെ വന്നു. ഇലക്ഷൻ സമയത്ത് ദൂരദേശങ്ങളിലേക്ക് അയച്ചവർക്ക് എന്തുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നില്ല? പത്രങ്ങളിൽ വാർത്ത വന്നു. അപ്പൊ അതിന്റെ എല്ലാം കൂടെ അടിസ്ഥാനം നിങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കണ്ടേ? നിങ്ങളൊക്കെ വാർത്ത കൊടുത്ത് നമ്മൾ അംഗീകരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായവും പിന്നെ ദൂരദേശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആളുകളെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കാക്കിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയമായ ട്രാൻസ്ഫർ ഒന്നുമില്ല. അത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിന് മുമ്പ് ട്രാൻസ്ഫർ ഉണ്ടാവും, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ട്. അത് തിരിച്ചു വരുമ്പോൾ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും. അത്രയും നടന്നിട്ടുണ്ട്. ഔദ്യോഗികമായ അനൌദ്യോഗികമായ രേഖാമൂലമോ അല്ലാതെയും ഈ സംഭവം നടന്നപ്പോൾ മെറ്റയോട് എന്താണ് സംഭവിച്ചതെന്ന് കേരള പോലീസ് ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മറുപടി അവിടുത്തെ നോഡൽ ഓഫീസറിൽ നിന്ന് ലഭിച്ചു? ഞങ്ങൾ ചോദിച്ചിട്ട് ആണ് ചോദിക്കേണ്ട കാര്യം എന്താണ്? ഈ ഓരോ വാർത്തകൾ ഇങ്ങനെ മെറ്റ എഴുതി പഠിക്കും. നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഞാൻ പരിശോധിക്കാം. തമിഴ്നാട്ടിലെ MLA പറയുന്നത് കേരളത്തിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്ക് മുഴുവൻ ലഹരി വിൽക്കുന്നത്. കേരളവുമായിട്ട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഉണ്ടാകാം. കേരളത്തിലും നല്ല ബുദ്ധിമാന്മാരായ ആളുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ച ശേഷം തുഫാനെ എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കുന്ന മിടുക്കന്മാരായ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെ അതിലൊരാളാണ്, ഒരു കൂട്ടം ആളുകളാണ് പാലക്കാട് കോയമ്പത്തൂർ വഴി വന്ന് ലോകത്തുള്ള എല്ലാ മയക്കുമരുന്ന് സാധനങ്ങളുമായിട്ട് വന്നു. പക്ഷെ എന്നാലും പോലീസ് പിടിച്ചു. കൊക്കൈനുണ്ട്, പിന്നെ സ്റ്റാമ്പുണ്ട്, LSD സ്റ്റാമ്പുണ്ട്, ഹൈബ്രിഡ് കഞ്ചാവുണ്ട്, പിന്നെ MDMA എല്ലാം കൊണ്ടുവന്നു. എല്ലാം എന്നിട്ട് അവരെ ഞങ്ങൾ കണ്ടില്ലേ TV-യിൽ? ഒരു കൂസലുമില്ല. അതിന്റെ വിശദമായ കാര്യങ്ങൾ അറിയട്ടെ. മുഴുവൻ വന്നില്ലല്ലോ. എന്റെ മണ്ഡലത്തിലാണത്. എന്റെ മണ്ഡലത്തിൽ കരുവാറ്റ പഞ്ചായത്തിലാണ്. അതിന്റെ വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തും. അല്ല, അത് നമ്മൾ ബോധവൽക്കരണമാണ് വേണ്ടത്. അതിനാണ് ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ നമ്മൾ വ്യാപകമാക്കുന്നതിന്റെ കാരണങ്ങളിലൊന്നാണ്.
കുട്ടികൾ കുറെ കൂടി റെസ്പോൺസിബിൾ ആകണം, ഡിസിപ്ലിൻഡ് ആകണം. അവരിത്തരം ചതികളിൽ പെടാൻ പാടില്ല. ഈ കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഗവർണർ സ്റ്റേറ്റ് പോലീസ് ചീഫിനെ വിളിച്ചു വരുത്തി എന്നൊരു ആരോപണം വരുന്നുണ്ട്. അതുമല്ല, അത് ശരിയല്ല. സർക്കാർ സംവിധാനങ്ങൾ മാത്രം നേരത്തെ ഉണ്ടായ സർക്കാർ സമയത്ത് ചീഫ് സെക്രട്ടറി DGP അങ്ങനെ വിളിച്ചപ്പോൾ പോകണ്ടെന്ന് സർക്കാർ പറഞ്ഞു. ഇത് സർക്കാർ സംവിധാനങ്ങളെ ക്രമസമാധാനങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല. പോലീസ് പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ള നിയമങ്ങൾ, ഇന്ത്യയിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ആരെങ്കിലും വിളിച്ചാൽ കാണാൻ പോകുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ പോലീസ് പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ്, അല്ലാണ്ട് ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല. അപ്പം പോലീസ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പണ്ട് IPC CRPC ആയിരുന്നെങ്കിൽ ഇപ്പം BNS-ഉം BNSS-ഉം പ്രകാരമാണ്. ഗവൺമെന്റിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് ഒരു നിർണായകമായ ഒരു അറസ്റ്റ് ഉണ്ടായി, വലിയ രാഷ്ട്രീയ വിവാദമൊക്കെ. അതിനുശേഷമാണ് ഈ നോഡൽ ഓഫീസറെ മാറ്റിയത്, അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് മാറി. അല്ല, നിങ്ങളോട് ഞാൻ താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. രവേട ചന്ദ്രശേഖരാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് 10 ദിവസത്തെ ലീവ് അനുവദിച്ചത്. നമ്മുടെ പുട്ട വിമലാദിത്യക്ക് അദ്ദേഹം നോഡൽ ഓഫീസർ. ഇന്നലെ അദ്ദേഹം തിരിച്ചു വന്ന് ജോലിയിൽ ആ നോഡൽ ഓഫീസറായിട്ട് തിരിച്ച് ഡ്യൂട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ചാർജ് കൊടുത്തത് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ചാർജ് കൊടുത്തത് നിശാന്തിരിക്കായിരുന്നു 10 ദിവസം. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാലഘട്ടമായതുകൊണ്ട് തുഫാന് ഒരു നമ്മുടെ ഒരു വലിയ ദൌത്യം നടക്കുന്നതിനിടയിൽ 10 ദിവസം ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുട്ട വിമലാദിത്യ ലീവ് എടുത്തത്. 10 ദിവസം. അപ്പം അത് ഇന്നലെ വന്നു, ഇന്നലെ എന്നെ കണ്ടു. DGP അദ്ദേഹത്തിന് ചാർജ് തിരിച്ചു കൊടുത്തു. തുഫാനകത്ത് ഒരു വിവാദം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ചാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ദൗർഭാഗ്യവശാൽ ചിലരൊക്കെ അതിന് രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവരോട് എന്റെ അഭ്യർത്ഥന, ദയവായി നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് ഞാൻ ഒരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയിട്ടില്ല. ആരെയും 10 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ആര് എന്ത് ചെയ്തു എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. എന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ടെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ദയവായി ഓപ്പറേഷൻ തുഫാനെ സ്പെയർ ചെയ്യണം. ഇതിനകത്ത് രാഷ്ട്രീയം കാണരുത്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുകയാണ് വേണ്ടത്. ലഹരിയിൽ നിന്നൊരു മോചനമാണ് ആവശ്യം. അതിനെല്ലാവരും സഹായിക്കണം. ഇത് ശക്തമായി തന്നെ മുന്നോട്ട് പോകും. നമുക്കിതില് ഇന്നു ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കേരള സംസ്ഥാനത്തിൽ എവിടെ ആക്സിഡന്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിന് നമ്മുടെ ഇന്നത്തെ ഡേറ്റ പ്രകാരം പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വളരെ അതിന് ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്നു. അത് നമുക്ക് 40-60% വരെ നമ്മുടെ പ്രിഡിക്ഷൻസ് കറക്റ്റായി വരുന്നുണ്ട്. അവിടെ ആ സ്ഥലങ്ങളിൽ ആവശ്യം രീതിയിലുള്ള പോലീസ് ഡിപ്ലോയ്മെന്റോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കറക്ഷൻസോ അല്ലെങ്കിൽ ലൈറ്റിംഗ് മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്താണെങ്കിൽ നമ്മുടെ ആക്ഷൻസ് പറക്കാൻ സാധിക്കുന്നതാണ്. അത് ആക്ച്വലി ബേസിക്കലി പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഇതാണ്. അതുകൊണ്ട് നമുക്ക് മെയിൻ ഉദ്ദേശം എന്താണ്? റോഡിലെ ആക്സിഡൻസ് കുറയ്ക്കുക, ജനങ്ങളുടെ ഈ ഡെത്ത്സ് കുറയ്ക്കുക, ഇഞ്ചുറീസ് കുറയ്ക്കുക. അതിലെ ഭാഗമാണ് മെയിൻ ആയിട്ട്. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തെ പഴിക്കുന്ന സാഹചര്യം അത്ര ആശ്വാസമായ കാര്യമല്ലല്ലോ. അല്ല, ഇതാരും പഴിക്കുകയല്ലല്ലോ. ഇത് അൺസ്ക്രൂപ്ലെസ് ആയിട്ടുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അത് കേരളത്തിലുമുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, കർണാടകത്തിലുമുണ്ട്, ഇന്ത്യയിൽ എല്ലായിടും ഉണ്ട്. അതിനെ നമ്മൾ DGPമാരുടെ യോഗം വിളിച്ച് എല്ലാവരും വന്നു. ഓരോ IG-മാരെ പ്രത്യേകം ചുമതലപ്പെടുത്തി. അവർ തമ്മിൽ കോർഡിനേറ്റഡ് എഫർട്ടുണ്ട്, ഇന്റലിജൻസ് ഷെയറിംഗ് ഉണ്ട്, ഇൻഫർമേഷൻ ഷെയറിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിനെ തടയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതൊരു വൻ വിജയമാണ്. ഓപ്പറേഷൻ തുഫാൻ വൻ വിജയമാണ്. ഇത് ജനങ്ങളിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഇത്തവണത്തെ ഓണം തന്നെ തുഫാൻ ഓണമാണ്. എല്ലാ സ്ഥലങ്ങളിലും പന്ത് കളി, ക്രിക്കറ്റ് കളി, കലാപരിപാടികളൊക്കെ തുഫാനാണ്. തുഫാൻ ഓണം. എന്തുകൊണ്ടാണ് ജനങ്ങളത് ഏറ്റെടുത്തത്? ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണോ? അവരവരുടെ ജീവിതത്തിൽ ഇത് അനിവാര്യമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകുന്ന വെളിച്ചത്തിലാണ് ഈ പദ്ധതി അവരേറ്റെടുത്തത്. അപ്പൊ അതിനെ നമുക്ക് എല്ലാവരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. എവിടെങ്കിലും അപാകതയുണ്ടെങ്കിൽ തിരുത്താനൊക്കെ ഞാൻ തയ്യാറാണ്. അല്ലാണ്ട് ഇപ്പൊ കാസർഗോഡ് പിടിച്ച പ്രതിക്കൊന്നും ഒരു നിയമ
പരമായ നിയമം വിട്ടുള്ള ഒരു സംരക്ഷണവും നൽകിയിട്ടില്ല, നൽകത്തുമില്ല. എന്നോട് അടുപ്പമുള്ള ഒരാൾ കുറ്റം ചെയ്താലും അയാൾക്ക് അർഹിക്കുന്ന നിയമാനുസരിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കും. അടുപ്പമോ ബന്ധമോ ഒന്നും ഇതിനകത്ത് പ്രശ്നമല്ല. അതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും മുഖം നോക്കാൻ നടപടി സ്വീകരിക്കും. ഒരുപാട് അറസ്റ്റുകൾ വരുന്നു കാര്യമായിട്ടുള്ള ഇന്റർവെൻഷൻ നടക്കുന്നു. അറസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികം ജയിലുകൾ ഓവർക്രൗഡഡ് ആണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ വിഷയം? ഇപ്പൊ അത്രയും പ്രശ്നമില്ല, വരട്ടെ നോക്കാം. ഡോക്ടർ റാമിനെ പിടികൂടാൻ ആദ്യം അത് ഞാൻ സംസാരിക്കാം, നോക്കാം. അത് പറഞ്ഞൊരു കാര്യം പരാതിയില്ല എന്നാണ്. പക്ഷെ വ്യാപകമായി ഈ മാധ്യമ അടിയന്തരാവസ്ഥ വരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ അതിനകത്ത് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമല്ലേ വ്യക്തിയോട് ചോദിച്ചിട്ട്? അത് പലതരത്തിലുള്ള വേർഷനാണ്. ഇല്ല, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ. മുഖ്യമന്ത്രി തന്നെ ക്യാബിനറ്റിന് ശേഷം അദ്ദേഹം വ്യക്തമാക്കിയല്ലോ. ഗവൺമെന്റ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇന്ന് പോലീസ് DGPയോട് ചോദിച്ചു, ഞങ്ങൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റേ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്.